നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കമുന്തിരി അല്ലെങ്കിൽ കിസ്മിസ്. ഇത് സാധാരണ ബിരിയാണിക്കും പായസത്തിനും പിന്നെ കുഞ്ഞുങ്ങൾക്ക് വെള്ളത്തിലൊക്കെ കുത്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് ഞാൻ കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുരുവില്ലാത്ത മുന്തിരിയാണ്, നന്നായി കഴുകിയെടുത്താണ്. ഇത് കണക്കത്തെ കേട്ടോ. അപ്പോൾ എങ്ങനത്തെ മുന്തിരി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ചീഞ്ഞ മുന്തിരി ഉണ്ടെങ്കിൽ അതങ്ങെടുത്ത് മാറ്റിയേക്കാം. ചില മുന്തിരിയുടെ അറ്റമൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടൊക്കെ ഉണ്ടാവും, അതൊന്നും ഇടണ്ട അതിൻ്റെ അകത്തേക്ക്. അതിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. ആദ്യമേ നമുക്ക് ഈ മുന്തിരി ഒന്ന് പുഴുങ്ങിയെടുക്കണം. പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. ഈ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്തിരി ഇതിലേക്ക് ഇടുമ്പോഴത്തേക്ക് മുങ്ങിക്കിടക്കണം, അതാണ് ഇതിൻ്റെ അളവ് കേട്ടോ. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഈ മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇടുന്ന ഉടനെ തന്നെ അത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇതാ ഇതിങ്ങനെയാണ് കിടക്കുന്നത്. ഇത് പതുക്കെ ഓരോന്നോരോന്നായിട്ട് മുകളിലോട്ട് പൊങ്ങാൻ തുടങ്ങും. അപ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. ഞാൻ കുറച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടേന് ഇത് ചെയ്യാം. ഇപ്പോൾ മുന്തിരി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആദ്യമേ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ നല്ല പച്ചയല്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. അതാ എല്ലാം പൊങ്ങി വരുമോ മുകളിലേക്ക്. അപ്പോൾ ഫുള്ളും മുകളിലേക്ക് പൊങ്ങി വരണം കേട്ടോ. 5 മിനിറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇത് മുകളിലേക്ക് വെന്തിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ മുഴുവനായിട്ട് മുകളിലോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ ചില മുന്തിരിയൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് വിണ്ട് വരും. അപ്പോൾ വിണ്ട് വരുമ്പോഴാണ് ഇതിപ്പോൾ പാകമായിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഉടനെ തന്നെ നമുക്ക് ഇത് മാറ്റിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെക്കാം. ഇത് കണക്കൊരു അരിപ്പ പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇത് വെക്കാം. അപ്പോൾ ഇതിലെ വെള്ളം ഒന്ന് പോകണം. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് ഇവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്ട്രെയിനറിൽ വെച്ചിട്ട് ഇനി ഇത് നമുക്കൊന്ന് നിരത്തിയിടണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുറമാണ് യൂസ് ചെയ്യുന്നത്. ആ മുറത്തിലേക്ക് തുണി വിരിക്കാം. അതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നിരത്തിയിടാം. ഇങ്ങനെ കൂടിക്കിടക്കാണ്ട് ഇങ്ങനെ നല്ലപോലെ എല്ലാം ഒന്ന് വിടിയിച്ചിടാം കേട്ടോ. ഇത് കണക്കെ ഇങ്ങനെ ഇതിട്ടതിന് ശേഷം ഇതിപ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അതൊക്കെ ചുങ്ങി പോവുമല്ലോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് തോർത്താണ് കേട്ടോ. അപ്പോൾ തോർത്തിന് കനം കുറവല്ലേ, അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഇതൊന്ന് മൂടൂട്ടാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചല്ലേ ഉണക്കുന്നത്, അപ്പം ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോൾ പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. റൂമിൻ്റെ ഉള്ളിൽ വെയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഉണക്കിയാലും മതി. പക്ഷേ ഇത് നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോട്ടെ. അപ്പോൾ ഞാനിത് തോർത്ത് വെച്ച് തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് വെയിലത്തേക്ക് മാറ്റണേണ്. ഇത് 3 ദിവസം കഴിഞ്ഞിട്ട് ഇതെന്തായി നോക്കാം. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ നിങ്ങൾ കണ്ടാലേ ഇത് നിറച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ഉണങ്ങി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടില്ല. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഉണക്കമുന്തിരിയുടെ അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് കേട്ടോ ഇതിന്. ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. ഇതുപോലെ ഇരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് തുണി ഇടുമ്പോൾ കുറച്ച് ഇതുപോലെ ഇച്ചിരി കട്ടിയുള്ള ഒരു തുണി ഇടുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ തുണി ഇടാതിരിക്കുകയും അല്ലെങ്കിൽ നെറ്റ് വെച്ചിട്ടാണ് മൂടുന്നതെന്നുണ്ടെങ്കിലും ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോകുന്നത്. അപ്പോൾ ഭയങ്കര ഒരു വിറകൊള്ളി പോലെ ആയി പോകുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ സെയിം ഒരു ടെക്സ്ചർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ടുണ്ട്. മുന്തിരിക്കൊക്കെ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കുറച്ചധികം മേടിച്ചിട്ട് ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം അത് അത്രയും ഹൈജീനിക് ആണെന്നുള്ളത് അല്ലേ.
അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അവർ ഇതുപോലെ കഴുകിയിട്ടൊക്കെയാണോ ഉണക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനൊക്കെ നമ്മൾ എടുക്കുന്നതാണല്ലോ ഇത്. അപ്പോൾ അധികം കിട്ടുമ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.